ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. നാളെ സൺഡേ ആണെങ്കിലും നമുക്ക് വിശേഷമുണ്ട്. ഞാൻ ഒന്നും കൂടി എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്, ഇനി എല്ലാ സൺഡേയും നമുക്ക് വിശേഷമുണ്ട് കേട്ടോ. അപ്പൊ ജനറൽ പ്രമോ, അതായത് നമ്മുടെ അടുത്ത ആഴ്ചയിലെ പ്രമോ നാളെ വൈകിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ നാളെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മുടെ രവീന്ദ്രന്റെ അവസ്ഥ വളരെ ദയനീയമായിട്ട് തുണർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്ന് എന്താ പറ്റിയത്, എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി. വീണ്ടും ആ ഒരു അസുഖത്തിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഡോക്ടർ വന്ന് എല്ലാം എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഏതായാലും ലാസ്റ്റ് നമ്മുടെ ഡോക്ടർ പറയുകയാണ്, എത്രയും പെട്ടെന്ന് സർജറി നടത്തണം, എത്രയും പെട്ടെന്ന് നടത്താമോ അത്രയും പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ ഇയാളുടെ നില ഗുരുതരമാകും. നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്ക് ജീവനോടെ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ, ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന്, മാക്സിമം എത്രയും പെട്ടെന്ന് ആകാമോ അത്രയും പെട്ടെന്ന് തന്നെ സർജറി നടത്തേണ്ടതാണ്. അതുകൊണ്ട് ഒരു 4 ലക്ഷം രൂപ വേണം സർജറിക്ക് വേണ്ടി അടയ്ക്കേണ്ടത്. അപ്പൊ പെട്ടെന്ന് അത് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നടത്തിയേക്കാന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടത് നമ്മുടെ സച്ചിയും ചന്ദ്രയും എല്ലാവരും ഞെട്ടിപ്പോയിട്ടോ, വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും 4 ലക്ഷം രൂപയ്ക്ക്? അപ്പൊ ഞാനിത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 4 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നമ്മുടെ സച്ചി നെട്ടോട്ട് ഓടുന്ന കാര്യം. അങ്ങനെ ആദ്യം നമ്മുടെ സച്ചിയും അതുപോലെ ചന്ദ്രയും ഒക്കെ ആദ്യം നോക്കുന്നത് ശ്രുതിനെ തന്നെയാണ്. കാരണം ശ്രുതി ഇച്ചിരി പൈസ ഉള്ള ടീം ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ശ്രുതിയോട് പൈസയുടെ കാര്യം ചോദിക്കുകയാണ് കേട്ടോ. ചന്ദ്ര കാല് പിടിച്ച് ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്താ പൈസ നമ്മുടെ ശ്രുതി കൊടുക്കില്ല, കാരണം ശ്രുതിക്ക് കൊടുക്കാൻ പറ്റില്ല. ശ്രുതി ഓരോ ന്യായങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഒഴിയുകയാണ്. ഇതിനിടയിലുണ്ടല്ലോ നമ്മുടെ സച്ചി ഓരോരുത്തരോട് പൈസ വിളിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയോട് ഇവിടെ ചന്ദ്ര പൈസ ചോദിക്കുന്നത് ഒരുമിച്ചാ. അപ്പം ചന്ദ്രയോട് ഓരോ തട്ടുമുട്ടു ന്യായങ്ങൾ പറഞ്ഞ് ഒഴിയുമ്പോഴത്തേക്കും ഇത് വെറും കള്ളവാ, ഇത് വെറും കള്ളം എന്ന് ഫോണിൽ കൂടെ പറയാണ് കേട്ടോ. ഫോണിൽ കൂടെ പറയുന്നത് വെറുതെ അല്ല, ചുമ്മാതെ അല്ല അങ്ങനെ പറയുന്നത്. നമ്മുടെ ശ്രുതിക്കിട്ട് നല്ല താങ്ങ് സച്ചി ആ ഒരു സമയത്തും താങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ല ശ്രുതി ഒരു കാര്യം ചെയ്യേ, ശ്രുതിക്ക് എന്തെങ്കിലും ലോണ് വല്ലതും കിട്ടുമോ ഓഫീസിൽ നിന്ന് ചോദിച്ചപ്പോൾ, അയ്യോ എനിക്ക് ലോണൊന്നും കിട്ടില്ലെന്ന്. ജോലിയില്ലാത്ത ശ്രുതിക്ക് ലോൺ കിട്ടാനും പോകുന്നില്ല, അത് വേറെ കാര്യം. അങ്ങനെ ലാസ്റ്റ് അങ്ങനെ ഇങ്ങനെ ഇരിക്കെ നമ്മുടെ ശ്രുതിയും സച്ചിയും ചന്ദ്രയും ഒക്കെ കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. ഇവരുടെ ആ ഒരു പ്രമാണം ഉണ്ടല്ലോ, ആ ഒരു പ്രമാണം കൊണ്ട് പണയം വെക്കണം. ചന്ദ്രയല്ല, ശ്രുതി തന്നെയാട്ടോ പറയുന്നത്. ആ ഒരു പ്രമാണം കൊണ്ട് പണയം വെക്കുകയാണെങ്കിൽ ഒരു 4 ലക്ഷം രൂപ കിട്ടൂലോ. അപ്പൊ ആ പ്രമാണം നമ്മുടെ രേവതിയുടെ കയ്യിലാണ് ഉള്ളത്. രേവതി ഇതേ സമയത്ത് എന്താ ചെയ്യുന്നത്, അവിടെ ക്ഷയണപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റുന്നില്ല. സച്ചി രേവതിനെ ഒരു 100 തവണ വിളിച്ചിട്ട് രേവതി ഫോൺ എടുക്കുന്നില്ല. 101 തവണ ക്ഷയണപ്രദക്ഷിണം വെക്കണമല്ലോ. അപ്പൊ അതിൻ്റെതായ സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്മിയും ദേവും ഒക്കെ അമ്പലത്തിനകത്താണ് രേവതിയുടെ കൂടെ, അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നേരെ നമ്മുടെ സച്ചി പോയി വീട്ടിനകത്ത് തപ്പുകയാണ് കേട്ടോ. വീട്ടിനകത്ത് അവിടെ ഇവിടെയും തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല, പ്രമാണം എവിടെയാണെന്ന് അറിയില്ല. അപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് വരുത്തി തീർക്കുകയാണ്. പ്രമാണം നമ്മുടെ രേവതി എടുത്തോണ്ട് പോയി. നമ്മുടെ രേവതിനെ അവിടെ കള്ളിയാക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി വീട്ടിലൊക്കെ പോയി തപ്പി രേവതിനെ വിളിച്ചു. രേവതിയുടെ വീട്ടിൽ പോയി, വീട്ടിൽ രേവതിയില്ല. പിന്നെ നമ്മുടെ സച്ചിക്ക് ഒരു സംശയം, ഇനി അവിടെ പ്രമാണം കാണാത്തത് കൊണ്ട് രേവതിയുടെ സംശയമൊന്നുമില്ല കേട്ടോ സച്ചിക്ക്, നമ്മുടെ ശ്രുതി എടുത്തതാണോ എന്ന്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് ശ്രുതിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി ദേഷ്യപ്പെട്ടു, ഞങ്ങൾക്ക് ആരുടെയും പ്രമാണത്തിന്റെ കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് നമ്മുടെ ശ്രുതിയോട് ചന്ദ്ര പറയുക, മോൾക്കെന്നാ പൈസ കിട്ടത്തില്ലല്ലോ, അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാണ് മോള് പറയുന്നത്, അച്ഛൻ എവിടെയോ ട്രീറ്റ്മെന്റിന് പോയേക്കെന്നല്ലേ മോള് പറയുന്നത്. മോളൊരു കാര്യം ചെയ്യുക, ആ ബ്യൂട്ടി പാർലർ അങ്ങ് വിൽക്ക്, നമുക്കത് വിറ്റിട്ട് പൈസ കിട്ടൂലോ എന്നിങ്ങനെ പറഞ്ഞപ്പം ശ്രുതി ബ്യൂട്ടി പാർലർ വിൽക്കാൻ ശ്രുതിനെ കൊണ്ട് പറ്റില്ലല്ലോ, കാരണം അതും ശ്രുതിയുടെ അല്ല, ശ്രുതി അതൊന്ന് വിറ്റതാണ്. എന്നിട്ടാണ് ആ പ്രമാണം പണയെടുത്ത് കൊടുത്തത്. അതുകൊണ്ട് ശ്രുതി പറയും, അതിപ്പം പെട്ടെന്ന് എടുത്ത് പിടിച്ചോന്നും പറഞ്ഞൊന്നും ബ്യൂട്ടി പാർലർ വിൽക്കാൻ പറ്റില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ സച്ചി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം സച്ചിക്ക് അറിയാം ശ്രുതി ഒന്നും ചെയ്യില്ല, ശ്രുതി ഒരു മഹാകള്ളിയാണ്, പെരുങ്കള്ളിയാണ്, സ്വാർത്ഥയാണെന്നൊക്കെ നമ്മുടെ സച്ചിക്ക് അറിയാം കേട്ടോ. അപ്പം സച്ചിക്ക് ഓരോരുത്തരുടെ മൂവ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ചിലവർക്ക് അങ്ങനെയുള്ളൊരു കഴിവുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചിക്ക് അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സച്ചി ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന അറിയത്തില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പം കൂട്ടുകാരൻ അവിടെ ഉണ്ടല്ലോ നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ പറയും, ഒരു കാര്യം ചെയ്യ, നീ പലിശക്കെങ്കിൽ പലിശക്ക് മോന് പലിശക്ക് പൈസ ഒന്ന് പോയി ചോദിച്ചു നോക്കാം. ഇനിയിപ്പോ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണല്ലോ.
എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സച്ചി ഓർക്കുമോ, ശരിയാണല്ലോ, ആ പലിശക്കാരനുണ്ടല്ലോ പ്രമാണം പണയം വെച്ച നമ്മുടെ ചന്ദ്രയൊക്കെ പണയം വെച്ചതും അതുപോലെ തന്നെ ഇപ്പൊ ഓടിക്കുന്ന ടാക്സി എന്ന് പറഞ്ഞാൽ ആ പലിശക്കാരന്റെ ആണല്ലോ, ഫൈനാൻസറിന്റെ ആണല്ലോ. അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മുടെ സച്ചി പിന്നെ ഓടി പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് പൈസ കിട്ടുന്ന ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ സച്ചി പോകും വരെ. പക്ഷേ നമ്മുടെ സച്ചിക്ക് അവിടെ നിന്നും പൈസ കിട്ടുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സച്ചിനെ അവിടെ നിന്ന് ആട്ടി ഓടിച്ച് വിടുന്ന ഒരു അവസ്ഥയാണ്. കാരണം സച്ചി എവിടെ ചെന്നാലും കുറച്ച് പരുക്കരായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമല്ലോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഞാൻ ഈ പൈസ തിരിച്ചു തരും, ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു തരും, പ്ലീസ് എനിക്ക് ദയവ് ചെയ്ത് സാർ തരണം എന്ന് പറയുമ്പോൾ ആ പലിശക്കാരൻ, പിന്നെ നിന്റെ അമ്മ വന്ന് തന്നെ കുറെ മുക്കിക്കൊണ്ട് പോയി, നീ കുറെ പൈസ മേടിച്ചിട്ട് ഇപ്പൊ പലിശ അടച്ചുകൊണ്ടിരിക്കുക, നീ പിന്നെ ടാക്സി ഓടിയിട്ട് പോലും കറക്റ്റ് പൈസ തരുന്നില്ല, ഇനി ഞാൻ നിനക്ക് എന്തിനാണ് പൈസ തരുന്നത്, ഇറങ്ങി പോടാന്ന് പറയുന്നു. അപ്പൊ അവിടെ വല്ലാത്തൊരു പ്രശ്നം ആവുകയാണ് കേട്ടോ നമ്മുടെ സച്ചിയുടെ മുമ്പിൽ. അയാൾ ദേഷ്യപ്പെടുമ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിക്ക് ദേഷ്യം കൂടുതലാണ്. അങ്ങനെ സച്ചി അയാളുടെ മെക്കിട്ട് കയറുകയും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ നമ്മുടെ സച്ചിനെ പിടിച്ച് വെളിയിലാക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മുടെ രേവതി ശയനപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ രേവതിയുടെ കാണാൻ വേണ്ടി വേറൊരു ചേച്ചി അവിടെ വരികയാണ്. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞൊരു ചേച്ചി തന്നെയാണ്. അപ്പൊ ആ പുള്ളിക്കാരി വന്നിട്ട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ അവസ്ഥ കുറച്ച് ഗുരുതരമാണ്, മോശമാണെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ കിട്ടിയ വിവരം. ഏതായാലും മോളൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു കോവിലുണ്ട്, ഇവിടെ വേറെ ഒരു സ്ഥലത്ത് മാറി ഒരു കോവിലുണ്ട്, അവിടെ പോയിട്ട് മോള്, അവിടെ ഒരു അമ്മയുണ്ട്, ആ അമ്മ ഇങ്ങനെ പൂജകളൊക്കെ ചെയ്യുന്ന ഒരു അമ്മയാണ്. അപ്പൊ പുള്ളിക്കാരിയോട് പറയുകയാണെങ്കിൽ ഒരു ചരടോ എന്തെങ്കിലും ഒക്കെ ജപിച്ച് തരും, അത് മോളൊരു കാര്യം ചെയ്യണം, കൊണ്ടുപോയി കെട്ടണം. അതുപോലെ തന്നെ ആ അമ്പലത്തിൽ പോയി മോള് പ്രാർത്ഥിക്കണം, മനസ്സുരുകി പ്രാർത്ഥിച്ച് എന്ത് പ്രാർത്ഥനയുണ്ടോ അത് നടത്തിത്തരും നമ്മുടെ അമ്മ. അതുകൊണ്ട് മോൾ ആ ഒരു ദേവീ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ രേവതിക്ക് അത് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ പലരും ചോദിച്ചു, നമ്മുടെ രേവതി പൈസ കൊടുക്കുമോ, രേവതി പൈസ കൊടുക്കുമെന്ന് ഞാൻ ചെറിയൊരു തംബ്നെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ രേവതി പൈസ കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പൊ രേവതി പൈസ കൊടുക്കില്ല. രേവതി തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ പൈസ കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാല് നമ്മുടെ സച്ചി ഈ കാറ് വിറ്റിട്ടാണല്ലോ ഈ പൈസ കൊടുക്കുന്നത്. അത് ഞാനൊരു പ്രമോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും കേട്ടോന്ന് അറിയില്ല. നമ്മുടെ സച്ചി പലിശക്കാരന്റെ അടുത്ത് ചെല്ലുന്നു, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പൈസ കിട്ടുന്നില്ലല്ലോ. പിന്നെ നമ്മുടെ സച്ചിയുടെ ഓരോ ലക്ഷ്യം എന്ന് പറയുന്നത് ആ കാറ് വിൽക്കുക എന്ന് മാത്രമാണ്. അത്രയും നാള് നിധി പോലെ കൊണ്ട് നടന്ന കാറാണ്. ആ കാറ് വിറ്റിട്ടാണ് നമ്മുടെ സച്ചി പൈസ കൊടുക്കുന്നത്, 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. പിന്നെ എന്തോ ഇച്ചിരി പൈസയ്ക്ക് അങ്ങോട്ട് കുറവുണ്ടായിരുന്നു, അത് നമ്മുടെ ചന്ദ്രയുടെ സ്വർണ്ണമൊക്കെ ഊരി വിൽക്കുന്നു. അപ്പൊ അങ്ങനെയാണ് പൈസ കൊടുക്കുന്നത്. പക്ഷേ ഈ കാറ് നമ്മുടെ സച്ചിയുടെ ജീവനാന്ന് അറിയാം ആർക്ക്, രേവതിക്ക്. ഏതായാലും നമ്മുടെ രേവതിയാണ് ആ കാറ് തന്നെ മേടിക്കുന്നത് കേട്ടോ. രേവതി ആ കാറ് തന്നെ മേടിച്ച് സച്ചിക്ക് കൊടുക്കും. അതൊക്കെ ഞാൻ പറയാട്ടോ. അതൊക്കെ നമുക്ക് പതിയെ കാണുന്ന കുറച്ച് രംഗങ്ങളും സീനുകളൊക്കെയാണ്. അത് നാളെയൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഞാനിപ്പം നിങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് രേവതി അല്ലല്ലോ പൈസ കൊടുക്കുന്നതെന്ന്. ഏതായാലും കാറ് വിറ്റ് പൈസ കൊടുക്കുന്നത് സച്ചിയാണെങ്കിലും ആ കാറ് വീണ്ടെടുത്ത് കൊടുക്കുന്നത് ആരാ, നമ്മുടെ രേവതിയാണല്ലോ. അപ്പൊ രേവതിയാണല്ലോ ഇതിനെല്ലാത്തിനും കാരണം. അതായത് നമ്മുടെ സച്ചിക്ക് ആ ഒരു കാർ എടുത്ത് കൊടുക്കുമ്പോൾ രേവതി ആവൂലോ നമ്മുടെ രവീന്ദ്രന്റെ പൈസ അടച്ച ആള് അല്ലേ, അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ അതാട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ തമിഴിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിടും. കാരണം നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ റിവ്യൂസിനൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തമിഴില് കറക്റ്റ് തമിഴിൽ കൊടുക്കാത്തതൊക്കെ കേട്ടോ. കാരണം കറക്റ്റ് തമിഴിൽ നമ്മൾ ഇതിൽ നിന്ന് പിടിച്ച് നമ്മുടെ വീഡിയോയിൽ നിന്ന് പിടിച്ചൊക്കെ ഇട്ട് കഴിയുകയും അവിടെ നിന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് പോലും നമ്മൾ പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ തംബ്നെയില് യഥാർത്ഥ തംബ്നെയില് കൊടുക്കാതെ നമ്മൾ നമ്മുടേതായ രീതിയിൽ തംബ്നെയിലൊക്കെ ഉണ്ടാക്കി നമ്മൾ വെക്കണത് കേട്ടോ. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാം. അപ്പം ഇനിയിപ്പം കുറേ പേര് നമ്മളോട് ഇങ്ങനെ പരിഭവവും പരാതിയൊക്കെ പറഞ്ഞാണ് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി ലാസ്റ്റ് ആ ഒരു കാര്യം തന്നെ ചെയ്യുകയാണ്. നേരെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് വിറ്റ് തരണം എന്ന് പറയുന്നു. അയാൾ അപ്പം തന്നെ, സച്ചിയുടെ കാറിന് നല്ലൊരു കാറുമാണ്, അപ്പൊ അയാൾ അപ്പം തന്നെ അത് വിറ്റ് കൊടുത്ത് ആ പൈസയും കൊണ്ടാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇതുവരെ എത്തുമെന്നും അറിയില്ല. നമ്മുടെ കഥ വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയാണല്ലോ ഞാൻ എന്നും പറയുന്നത് പോലെ. അതുകൊണ്ട് ഇവിടം വരെ എത്തും എന്ന് പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഇവിടം വരെ എത്തിയില്ലെങ്കിൽ ഏതായാലും നമുക്ക് അടുത്ത ആഴ്ച പറയുമ്പം ഈ ഒരു ഭാഗം വിട്ടിട്ട് ഞാൻ പറയാം, വീണ്ടും റിപ്പീറ്റ് അടിക്കില്ല കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. കൂടെ നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും നാളത്തെ കഥ നമ്മൾ ഒരു 9:30 ആകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും കഥയും നാളെ ഉണ്ട് കേട്ടോ. ഇനി എല്ലാ സൺഡേയും നമുക്ക്
എന്താ പറയുക, എനിക്ക് വർക്കിംഗ് ഡേ ആണെന്ന് പറയാം എനിക്ക്. കാരണം നമുക്ക് സൺഡേ മാത്രമായിരുന്നു ഒരു ഒഴിവു ദിവസം കിട്ടുന്നത്, ഞാൻ വീഡിയോസൊക്കെ ചെയ്യാത്തതും കേട്ടോ. പക്ഷെ ഇനി അങ്ങോട്ട് സൺഡേ എനിക്ക് വർക്കിംഗ് ഡേ ആണ്. കാരണം നമുക്കിത് നമ്മുടെ വീഡിയോ ചെയ്തേ പറ്റൂ, ഇത് നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പം എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ദിവസം ചെയ്യാതിരുന്നാൽ തന്നെ നമുക്ക് റീച്ചൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു വരുമാന മാർഗ്ഗമാണ്. നമ്മൾ ഇതിലൂടെയാണല്ലോ സത്യം പറഞ്ഞാൽ നമ്മുടെ കുടുംബം ഇതിലൂടെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കുടുംബം ജീവിച്ചു പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം നമുക്ക് നിർത്താൻ പറ്റില്ല. കഥയില്ലാത്ത ദിവസമായിരുന്നെങ്കിൽ ഞാൻ നിർത്തിയേനെ. പക്ഷെ നമുക്ക് കഥയുള്ള ദിവസം ഇട്ടേ പറ്റൂ. എന്നെ പ്രതീക്ഷിച്ച് ഒത്തിരി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ചാനൽ. അപ്പം അതുകൊണ്ട് അവരെ ഒന്നും നിരാശപ്പെടുത്തില്ല കേട്ടോ. ഞാൻ എന്നും ഞായറാഴ്ച വരുന്നതായിരിക്കും. ഇനി ഇത്രയും ദിവസം ഞായറാഴ്ച ഞാൻ വരില്ലായിരുന്നു, നമുക്ക് കഥയില്ലാത്തത് കൊണ്ട്. പക്ഷേ ഇനി നാളെ മുതലും നിങ്ങൾക്ക് എന്നെ കാണാം. ഞാൻ രാവിലെ ഫുൾ വിശേഷവുമായിട്ടും വൈകിട്ട് പ്രമോ വിശേഷമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇപ്പം ഇനി വലിച്ചു നീട്ടി ഒന്നും പോകുന്നില്ല. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.